വെറൈറ്റി കണ്ടൻറ്റുമായിട്ടാണ് വന്നേക്കുന്നത്. ഈ വാട്ടർ കളറൊക്കെ കണ്ട് പെയിൻറ്റിങ് ആണെന്ന് വിചാരിക്കേണ്ട. ഇന്ന് പെയിൻറ്റിങ് അല്ല, ഞങ്ങളിന്ന് സ്റ്റിക്കർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതാണ് എൻ്റെ ഇപ്പോൾ ഉള്ള സ്റ്റിക്കർ കളക്ഷൻ. കറൻ്റ്ലി ഈ വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ഉള്ളത് കുറച്ച് കടയിൽ നിന്ന് മേടിച്ചതാണ്. കുറച്ചെന്ന് പറയാൻ പറ്റത്തില്ല, ഇപ്പം 4 എണ്ണം കടയിൽ നിന്ന് മേടിച്ചതാണ്. ബാക്കിയെല്ലാം ഞാൻ തന്നെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പം വെള്ളമൊക്കെ കൊണ്ട് വെക്കുവാണ് സ്റ്റിക്കർ മേക്ക് ചെയ്തിട്ട് അതിനെ അടിക്കാൻ വേണ്ടി. സ്റ്റിക്കേഴ്സ് മാത്രമല്ല, ഡെക്കോപാത്ത് ഉണ്ട്. കഴിഞ്ഞൊരു മിനി ബ്ലോഗ് കണ്ടില്ലേ, അപ്പം മേടിച്ച ഡെക്കോപാത്താണ്. പിന്നെ പാറ്റേൺ പേപ്പേഴ്സ് അതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. ഡെക്കോപാത്ത് മാത്രമേ ഉള്ളൂ കടയിൽ നിന്ന് മേടിച്ചത്. പിന്നെ സ്റ്റിക്കേഴ്സ് ഇത്തിരി, ബാക്കിയെല്ലാം തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ. ഇത് നമ്മൾ കുറേ പേര് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ കാണിക്കുന്നത്, ഇത് നമുക്ക് എന്നിട്ട് ലാസ്റ്റ് പറയും, നമ്മൾ ഇത്ര നേരം ക്യൂരിയോസിറ്റി ആയിട്ട് ഇരുന്നിട്ട് ലാസ്റ്റ് പറയും അടിയിൽ ഫെവിക്വിക്ക് വെച്ച് ഒട്ടിക്കണം. അത് പിന്നെ എന്ത് സ്റ്റിക്കർ എന്ന് പറയുമ്പോൾ ഡബിൾ സൈഡ് അല്ല, നമുക്കിങ്ങനെ ടിയർ ചെയ്തിട്ട് അപ്പോൾ തന്നെ സ്റ്റിക്ക് ചെയ്യണം. പക്ഷെ പ്രത്യേകിച്ച് വേറൊന്നും വേണ്ട, ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യണം. അതല്ലേ സ്റ്റിക്കേഴ്സ്. ഞാൻ കുറേ വർഷമായിട്ട് ഇങ്ങനെ ഇപ്പോൾ 1 വർഷമൊക്കെ ആയി കാണും ഇങ്ങനെ സ്റ്റിക്കേഴ്സ് മേക്കണം ഭയങ്കര ആഗ്രഹമാണ്. പക്ഷേ ചിലത് ഡബിൾ സൈഡ് ടേപ്പ് വേണ്ടി വരും, ചിലതിന് സെലോ ടേപ്പ് വേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു ദിവസം സെലക്ട് ചെയ്തിട്ട് കടയിൽ പോയി സെലോ ടേപ്പ് മേടിച്ച് വന്നതാണ്. ഇതിപ്പോൾ കല്ലു കളർ ചെയ്യുന്നതാണിത്. കല്ലുവിൻ്റെ ആണെങ്കിൽ കല്ലു തന്നെ വരച്ചിട്ട് കല്ലു കളർ ചെയ്യുവാണ്. ഞാൻ പറഞ്ഞ് ഞാനിത് ബാക്കിയെല്ലാം ചെയ്യാൻ, കല്ലു വരച്ചിട്ട് കളർ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ കല്ലു അവിടെ ഇരുന്ന് കളർ ചെയ്യും, ഞാൻ അവിടെ ഇരുന്ന് ബട്ടർഫ്ലൈയുടെ കുറേ വിങ്സൊക്കെ ഭയങ്കരമായിട്ട് വരയ്ക്കും. എനിക്ക് ബോറടിച്ചിട്ട് വയ്യായിരുന്നു. ഞാൻ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ബോറടിക്കുന്നുണ്ടായിരുന്നു. ആ ന്യൂസ് പേപ്പറിൽ ബട്ടർഫ്ലൈ വെച്ചിട്ട് അധികം ഏർക്കുന്നില്ല, കാണാനും പറ്റുന്നില്ല. അതുകൊണ്ട് ഞാനതൊരു വൈറ്റ് പേപ്പറിൽ വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ആ വെള്ളം തട്ടി വീഴുന്നുണ്ട്. അങ്ങനെ ഒത്തിരി പരിപാടികൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട്, അതെല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. പിന്നെ നമ്മളിത് ഈ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കി ഒട്ടിക്കാൻ വേണ്ടി വേണ്ടേ, അതിന് കുറേ ചെറിയ കിറ്റ് ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക്കിന്. അതെല്ലാം കട്ട് ചെയ്തെടുത്ത് ഒറ്റ ഷീറ്റാക്കി എടുത്തിട്ട്, ഇങ്ങനെ ഒറ്റ ഷീറ്റല്ല, ഒരു പ്ലെയിനായിട്ട് എടുത്തിട്ട് ഒരു ബ്ലാക്ക് ചാർട്ട്, അത്യാവശ്യം കട്ടിയുള്ളൊരു ചാർട്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നമുക്ക് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് തിരിച്ച് വലിച്ചെടുക്കണ്ടേ. അപ്പം അങ്ങനെ ഉണ്ടാക്കിയാലല്ലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മൾ കുറേ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് എവിടെ ഒട്ടിക്കുന്ന ഡൗട്ടില്ലേ, അങ്ങനെ ഡൗട്ടൊന്നും വേണ്ട. സ്റ്റിക്കേഴ്സ് ഒട്ടിക്കാൻ സ്ഥലം എവിടെ ഇല്ലാത്ത നോട്ട്ബുക്കിൽ ഒട്ടിക്കാം, ജേണലിൽ ഒട്ടിക്കാം. ഈ കവാലി ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ക്യൂട്ടിനെക്കാട്ടും കൂടുതൽ ഇഷ്ടം ഈ എസ്തെറ്റിക് വിൻറ്റേജ് അങ്ങനത്തെയൊക്കെയാണ്. പക്ഷെ നമ്മൾ എത്ര ഉണ്ടാക്കിയാലും അത്രയും ക്യൂട്ടാകൂല. ഇപ്പോൾ നോക്കി ഇൻസ്പയർഡായിട്ട് വരയ്ക്കുന്നൊരു പിക്ചർ ഭയങ്കര ക്യൂട്ടായിരിക്കും, എക്സ്ട്രീം ലെവൽ ഓഫ് ക്യൂട്ടായിരിക്കും. പക്ഷെ നമ്മൾ വരയ്ക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രീമിൻ്റെ പകുതി പോലും വരാറില്ല. കുറച്ച് ക്യൂട്ട്നെസ് കുറഞ്ഞു. എല്ലാം അങ്ങനെയൊന്നുമില്ല. ചിലതൊക്കെ വരയ്ക്കുമ്പോൾ ലക്ക് അനുസരിച്ചിരിക്കും. ചിലത് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരും, ചിലത് വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തില്ല. പിന്നെ ഞാനിതിങ്ങനെ കട്ട് ചെയ്യുവാണ്. എടുത്ത കത്രികയ്ക്ക് കുറച്ച് മൂർച്ച കുറവുണ്ട്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് ആ ബ്ലാക്ക് ചാർട്ടിൽ ഒട്ടിക്കുമ്പോൾ ഫെവിക്കോളിനെക്കാട്ടും നല്ലത് ഫെവി സ്റ്റിക്കാണ്. കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒട്ടിക്കോളും, അതാ കുറച്ചും കൂടെ നല്ലത്. പിന്നെ ചുളുങ്ങി പോയിത്തിരി പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിക്കുമ്പോൾ അതൊന്നും സീനില്ല. അടിപൊളിയാക്കി എടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിക്ക് റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് വരും. പിന്നെ ഇതാണ് എൻ്റെ സ്റ്റിക്കർ ബുക്ക്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ചെയ്തതാണ്. അതിലെ പേജസ് ടിയർ ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. എന്നിട്ടാണ് ഞാൻ മറ്റേ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയത്. ഇനി നമ്മളിതെല്ലാം ഇതിൽ കോഡ്സൊക്കെ എഴുതിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മളിതിങ്ങനെ എല്ലാ കളറുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ബ്ലൂ നേരത്തെ കളഞ്ഞു, അത് ചെറുതായിട്ടൊന്ന് കുളമായി പോയായിരുന്നു. ഇങ്ങനെ ചെയ്ത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ മടുക്കും. കാരണം വെച്ചാൽ കറക്റ്റ് അരമണിക്കൂർക്ക് നമ്മളിങ്ങനെ ഇതിന് വേണ്ടിയിരിക്കണം. നമുക്ക് ബോറടിക്കുന്നുണ്ടോ, ടൈം വേസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പരിപാടിയാണ് ഈ ജേണലിങ്ങിൻ്റെ സപ്ലൈസ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പം എൻ്റെ 2-3ാമത്തെ വീഡിയോ ആണ് ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്നത്. ജേണൽ സപ്ലൈസ് മാത്രമല്ല, ഇത് സ്റ്റിക്കേഴ്സും കൂടെ ഉണ്ട് ഇതിൽ. പിന്നെ നമുക്കൊരു സെലോ ടേപ്പ് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ സെലോ ടേപ്പിൻ്റെ എഡ്ജ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടല്ലേ, എല്ലാവർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കാണുമല്ലോ എൻ്റെ എഡ്ജ് കണ്ടുപിടിക്കാൻ വേണ്ടി. എന്നാണ് ഞാൻ ഇത്ര ടൈം എടുക്കുന്നത് എഡ്ജ് കണ്ടുപിടിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ എഡ്ജ് കണ്ടുപിടിച്ച് എന്നിട്ട് ഇതിങ്ങനെ പുറക് ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഈ വീതിയുള്ള സെലോ ടേപ്പിൽ ഒട്ടിക്കണം. എൻ്റെ കയ്യിൽ വീതിയുള്ള ഇല്ലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ നാനോ ടേപ്പൊക്കെ കണ്ടിട്ടില്ലേ കുറേ വീഡിയോയിൽ, ഇങ്ങനെ വലുതാക്കി എടുക്കുന്ന 2 ടേപ്പും കൂടെ ഒട്ടിച്ച്, അതേപോലെ തന്നെ 2 സെലോ ടേപ്പും കൂടെ
2 സെല്ലോ ടേപ്പല്ല, ഒരു സ്ട്രിപ്പ് സെല്ലോ ടേപ്പും അടുത്ത സ്ട്രിപ്പ് സെല്ലോ ടേപ്പും കൂടെ എടുത്ത് ഒട്ടിച്ചിട്ട് ഈ സർക്കിളൊക്കെ ഉള്ള കോഡ്സൊക്കെ എടുത്ത് ഒട്ടിക്കണം. ഞാനത് കാണിക്കുന്നില്ല, ഞാൻ ഈ ഒറ്റ സ്ട്രിപ്പിൽ ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. അങ്ങനെ ലാസ്റ്റ് എല്ലാ കളറും ചെയ്തായിരുന്നു. പിന്നെ അതിലുള്ള ബ്ലൂ കളറില്ലേ, അത് ഞാൻ കട്ട് ചെയ്തപ്പോൾ മൊത്തത്തിൽ കുളമായിപ്പോയി. പിന്നെ ഞാൻ ആ ബ്ലൂ കളർ കളഞ്ഞു. പിന്നെ ഏതെങ്കിലും ദിവസം ഇരുന്ന് ബ്ലൂ കളർ ആക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമായി ASMR ഇല്ലേ അങ്ങനത്തെ വീഡിയോസൊക്കെ എടുക്കണമെന്ന്. പക്ഷെ ഭയങ്കര സൗണ്ടിൻ്റെ അലമ്പാണ്. ഇപ്പോൾ ആരും മിണ്ടിയില്ലെങ്കിൽ ഒരു കാക്ക കരയും, അല്ലെങ്കിൽ കാക്ക പോലും കരഞ്ഞില്ലെങ്കിൽ ഞാൻ അറിയാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, എന്തെങ്കിലുമൊക്കെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും. സെയിം പ്രോസസ്സ് എല്ലാം കട്ട് ചെയ്യുക, സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. പിന്നെ ഈ ബ്ലാക്ക് ഷീറ്റിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഒട്ടിച്ചില്ലേ, അതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് തന്നെ. പിന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടെ വലുതാക്കി ഉണ്ടാക്കണമെങ്കിൽ വലിയ സെല്ലോ ടേപ്പില്ലേ, ഇതിനെക്കാട്ടും വീതിയുള്ള സെല്ലോ ടേപ്പ് യൂസ് ചെയ്യണം. പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റ് കുറച്ചും കൂടെ വലുപ്പമുള്ളത് എടുക്കണം. ഞാൻ കുറേ സ്റ്റിക്കേഴ്സ് വീഡിയോസ് കാണാറുണ്ട്, അവരെല്ലാം ഡബിൾ സൈഡ് ടേപ്പ് വെച്ചാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഡബിൾ സൈഡ് ടേപ്പ് ആണെങ്കിൽ നമ്മളിങ്ങനെ വേസ്റ്റ് ആകൂലേ, ഒരു ടിയർ ചെയ്യുമ്പം ഒരു പേപ്പർ എടുത്ത് കളയണ്ടേ. പിന്നെ ആ ഒരു പേപ്പർ നമ്മൾ കളയാൻ വേണ്ടി നിൽക്കണം. ഇതാകുമ്പോൾ അങ്ങനെ ഒന്നുമില്ലല്ലോ. നമുക്കിതിനെ സ്റ്റിക്ക് ചെയ്ത് നോക്കാം. ഞാൻ അവിടെ കിടന്ന് ബുക്ക് തപ്പുവാണ്, ഏതെങ്കിലും ഒരു ബുക്കിൽ വെച്ച് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ എല്ലാം നോക്കുകയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ എടുത്തത് ഒട്ടിയതല്ലേ ഉള്ളൂ, അപ്പം പെട്ടെന്ന് എടുക്കാൻ പറ്റും. നമുക്ക് നേരത്തെ ഒട്ടിച്ചത് എടുക്കാം, നമുക്ക് കുറച്ച് പാടോടെ എടുക്കാമല്ലോ. പെട്ടെന്ന് എടുക്കുമ്പോൾ വിചാരിക്കും ഒട്ടി കാണത്തില്ലെന്ന്, അത് നന്നായിട്ട് ഒട്ടട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് എൻ്റെ സ്കൂളിലത്തെ ബയോളജിയുടെ ബുക്കാണ്, അതിലാണ് ഞാൻ ഒട്ടിക്കാൻ പോകുന്നത്. പിന്നെ ഈ ഒരു ഇങ്ങനെ ബ്രൗൺ പേപ്പറിൽ ഒട്ടിക്കുന്നതുകൊണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഇതുണ്ടോ സ്റ്റിക്കർ ഒട്ടിക്കാൻ. ഇപ്പം ഈ ഒരു പേപ്പറിൽ ഒട്ടിച്ചുകൊണ്ട് ചിലപ്പോൾ ഇളകി വരും, അതറിയത്തില്ലല്ലോ. നമുക്ക് സെല്ലോ ടേപ്പ് ഒട്ടിക്കുന്ന പോലെ ഇരിക്കും. പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തിന്നോളം എടുക്കല്ലേ, കുറച്ച് ഗ്യാപ്പ് ഇട്ടെടുക്കണം. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് സ്പേസ് വിട്ട് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒട്ടൂലല്ലോ. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ട് എടുത്തിട്ട് അടുത്തെടുക്കാനൊക്കെ ഉണ്ടാവും. നേരത്തെ ഒട്ടിച്ചുകൊണ്ട് കുറച്ച് പാടെടുക്കാൻ, എന്നാലും കീറാതെ എടുക്കാൻ പറ്റും. നമുക്കിതിന് പേപ്പറിൽ ഒട്ടിച്ച് നോക്കാം. പേപ്പറിൽ ഒട്ടിക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു കണ്ടോ, വേറെ സീനൊന്നുമില്ല, നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കും. കണ്ടോ നമ്മുടെ ഹോം മെയ്ഡ് സ്റ്റിക്കർ, നല്ല കടയിൽ നിന്ന് പിടിക്കുന്ന സ്റ്റിക്കർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സ്റ്റിക്കറിൻ്റെ കുറച്ച് ഫോട്ടോസ് കണ്ടിട്ടോ ഞാൻ എല്ലാം ചെയ്തത്. ബൈ.